ചെയ്തിരുന്നത്. അതായത് ഇപ്പോൾ കഥ, തിരക്കഥയും സംവിധാനം ഒരാളെന്ന് പറഞ്ഞ പോലെയൊന്നും പോയിരുന്നത്. ഫസ്റ്റ് സഹായിച്ചത് തന്നെ വീട്ടമ്മമാരാണ്. എൻ്റെ വീടിൻ്റെ ചുറ്റുവട്ടത്തിലുള്ള ഈ വിദേശത്താണെങ്കിലും നാട്ടിലാണെങ്കിലും പഠിക്കണം, ഇന്ത്യ ഒട്ടുക്ക് എൻ്റെ കമ്പനി വളരണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ആ കൊച്ചിൻ്റെ കേസിൽ ഞാൻ അന്ന് അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ, അന്ന് നാട്ടിലേക്ക് വന്നിരുന്നെങ്കിൽ ഇന്ന് ആ കുട്ടി എവിടെയെങ്കിലും ആരുടെയെങ്കിലും ഒരു ഹൗസ് വൈഫായിട്ട് ജീവിക്കുന്നുണ്ടാവും. ടേണിംഗ് പോയിന്റിൻ്റെ വഴിത്തിരിവ് നിറഞ്ഞ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഒത്തിരി സംരംഭകരും തകർന്ന ഒരു കാലഘട്ടമായിരുന്നു കോവിഡ്. എന്നാൽ ആ കോവിഡ് കാലഘട്ടത്ത് ബിസിനസ് തുടങ്ങി വിജയിപ്പിച്ച ഒരു യുവ സംരംഭകൻ്റെ കഥയാണിന്ന് ടേണിംഗ് പോയിന്റിലൂടെ പങ്കുവയ്ക്കുന്നത്. ഹെൽപ്പ് അബ്രോഡ് എന്ന സ്ഥാപനത്തിൻ്റെ CEO ആയിട്ടുള്ള ഫവാസ് ഉസ്മാൻ. ഫവാസാണ് ഇന്ന് ടേണിംഗ് പോയിന്റിൽ അതിഥിയായെത്തിയിരിക്കുന്നത്. വെൽക്കം ടു ടേണിംഗ് പോയിന്റ്. ഒത്തിരി സ്വപ്നങ്ങളുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഫവാസ്. ഇന്നിപ്പോൾ ഒരു മെഡിസിൻ ഗ്രാജുവേറ്റ് കൂടിയാണ്. അപ്പോൾ അതിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ എവിടെയാണ് ഫവാസിൻ്റെ സ്വദേശം? പഠിച്ചതൊക്കെ എവിടെയാണ്? ഞാൻ പട്ടാമ്പി സ്വദേശിയാണ്. ഞാൻ പട്ടാമ്പിയിൽ തന്നെയാണ് എൻ്റെ ചെറുപ്പത്തിലുള്ള പഠിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് പല സ്കൂളുകളിലായിട്ട് കഴിഞ്ഞ് പിന്നെ നേരെ യുക്രൈനിൽ നിന്നാണ് MBBS സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ജോർജിയയിൽ നിന്നാണ് മെഡിസിൻ കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് ഉക്രൈനിലേക്കും അതുപോലെ ജോർജിയയിലേക്കും ഇത് പഠിക്കാനായിട്ട് പോകാനുള്ള ഒരു കാരണം? സാധാരണ രീതിയിൽ എനിക്ക് നാട്ടിൽ തന്നെ MBBS പഠിച്ചിട്ട് നാട്ടിൽ തന്നെ അങ്ങനെ സെറ്റിലായി പോകാനായിരുന്നു ആഗ്രഹം. അതിന് മുന്നത്തെ ആഗ്രഹം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ എല്ലാവരും പോലെ എനിക്ക് ചെറുപ്പത്തിലൊക്കെ IAS ഒക്കെ ആവണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 10th ഒക്കെ കഴിഞ്ഞ് 11th പോകുമ്പോഴാണ് എൻ്റെ ജോഗ്രഫി ടീച്ചറാണ് പറയുന്നത്, നിങ്ങൾ മറ്റേ അത്യാവശ്യം പഠിക്കുന്ന കുട്ടിയല്ലേ, ബയോസയൻസ് എടുത്തിട്ട് പിന്നീട് താല്പര്യം ഉണ്ടെങ്കിൽ പോയാൽ മതിയെന്ന്. അങ്ങനെ ഞാൻ മെഡിസിനിലോട്ട് അങ്ങനെ വന്നതാണ്. +1 +2 പിന്നെ മെഡിസിൻ ഇഷ്ടമായി. പിന്നെ മെഡിസിനിലോട്ട് പോകണമെന്ന് ആഗ്രഹമായി. ഒരു വർഷം റിപ്പീറ്റ് ചെയ്തു. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്, എബ്രോഡ് പോകുന്നത്. സോ നാട്ടിൽ പഠിക്കാൻ തന്നെയായിരുന്നു ആഗ്രഹം. പിന്നീട് അങ്ങനെ എബ്രോഡ് ആവുകയായി. ഓക്കെ, എല്ലാ ഇപ്പോൾ നിലവിലുള്ള യുവാക്കളെ പോലെ തന്നെയാണോ അങ്ങനെ ഒരു ചിന്ത വന്നത്? അല്ല, ആദ്യത്തെ രീതിയിൽ എനിക്ക് ആദ്യം പുറത്തു പോകാൻ അധികം താല്പര്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് നാട്ടിൽ തന്നെ പഠിക്കാനായിരുന്നു താല്പര്യം. പിന്നെ എൻ്റെ ഫാദറിൻ്റെ ഒക്കെ നിർബന്ധമായിരുന്നു. ഒരു വർഷം റിപ്പീറ്റ് ചെയ്തു, ഇനി റിപ്പീറ്റ് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഞാൻ പോകേണ്ടി വന്നത്. പിന്നീട് പഠനശേഷം എന്തൊക്കെയാണ് ചെയ്തത്? പഠനശേഷം ഞാൻ കറൻ്റ്ലി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് എൻ്റെ ബിസിനസ് ഞാൻ കെട്ടിപ്പടുത്തു തുടങ്ങിയത്. അതായത് ഞാൻ ആദ്യത്തെ ഒരു സമയങ്ങളിലൊക്കെ എൻ്റെ ഒരു ആദ്യകാലങ്ങളിലൊക്കെ ഞാൻ വിദേശത്തോട്ടുള്ള MBBS ആയിക്കോട്ടെ, അതല്ലെങ്കിൽ അതർ കോഴ്സസ് ആയിക്കോട്ടെ, അതിന് വേണ്ടിയിട്ട് ആദ്യം സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് അതൊരു കമ്പനിയായി ഫോം ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ കമ്പനിയായി ഫോം ചെയ്തു. അതിനുശേഷം ഹയറിങ് കൊണ്ടുവന്നു. ഇന്നിപ്പോൾ നിലവിൽ ആൾമോസ്റ്റ് ഒരു 50ഓളം സ്റ്റാഫുകളും അതല്ലെങ്കിൽ അതിപുറമെ സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്ന, ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. ഇന്ന് ധ്യാൻ ശ്രീനിവാസനാണ് ഞങ്ങളുടെ ബ്രാൻഡ് അംബാസഡർ. ഇന്ന് കേരളത്തിൽ ഞങ്ങൾ മാതൃഭൂമി നൈറ്റ് ഞങ്ങൾ കോഴിക്കോട് ഒരു സെമിനാർസ് നടത്തിയിട്ടുണ്ട്. പിന്നെ നമ്മളുടെ മീഡിയ വണ്ണാണ് ഈ വർഷത്തെ ഞങ്ങളുടെ ബ്രാൻഡ് പാർട്ട്ണർ മീഡിയ ചാനലിൽ. പിന്നെ മലയാള മനോരമ ക്യുക്ക് കേരളനായിട്ട് 2-3 തവണ ഞങ്ങൾ സ്പോൺസർഷിപ്പ് ആഡ്സ് ചെയ്തിട്ടുണ്ട്. സോ നിലവിൽ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, എത്രാം വയസ്സിലാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് എത്തുന്നത്? ഞാൻ ആൾമോസ്റ്റ് എൻ്റെ ഒരു 20-21 വയസ്സിലാണ് എത്തുന്നത്. ഓക്കെ. ഇപ്പോൾ ഈ ഒരു ചെറുപ്പത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ച് എപ്പോഴും എല്ലാവർക്കും ഉള്ളൊരു വെല്ലുവിളി മൂലധനമാണ്. ആദ്യത്തെ ഒരു മൂലധനം എന്തായിരുന്നു? എൻ്റെ ആദ്യത്തെ മൂലധനം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ് വർക്കിംഗ് തന്നെയാണ്. ഞാൻ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നാറുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ മൂലധനം, ബിസിനസ്സിന് വേണ്ട ആദ്യത്തെ മൂലധനം എന്ന് പറഞ്ഞത് ഹാർഡ് വർക്കിങ്ങും റൈറ്റ് ഡിസിഷൻസും ആണ്. പിന്നീടാണ് കറൻസി വരുന്നുള്ളൂ. കാരണം നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടായിട്ട് നിങ്ങൾക്ക് ഒരിക്കലും ഒരു ബിസിനസ് എന്ത് ചെയ്യിക്കാൻ പറ്റില്ല, സക്സസ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല, അത് ഫോർ ഷുവർ. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നല്ലൊരു കഠിനാധ്വാനം, റൈറ്റ് ഡിസിഷൻസ് എടുക്കാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ ചിലപ്പോൾ പൈസ ഇച്ചിരി കുറവാണെങ്കിലും നിങ്ങൾക്ക് പറ്റുമായിരിക്കും. സോ കറക്റ്റ് മൂലധനം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ഡിസിഷൻസും പിന്നെ ഹാർഡ് വർക്കിങ്ങും ആണ്. ശരിക്കും ഇപ്പോൾ ഏതൊരു ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒത്തിരി വെല്ലുവിളികൾ അതുപോലെ പ്രതിസന്ധികൾ ഉണ്ടാവും. ഇപ്പോൾ ഫവാസിനെ സംബന്ധിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ക്രൈസിസ് ആണ് നമ്മൾ നേരിട്ടത്? ഞാൻ ആദ്യമായിട്ട്, അതായത് ആദ്യ കാലങ്ങളിൽ എനിക്ക് കുറച്ചുകൂടി ഈസി ആയിരുന്നു ബിസിനസ്. കാരണം ഞാൻ തന്നെയായിരുന്നു എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്തിരുന്നത്. A to Z കാര്യങ്ങൾ ഞാനാണ് ചെയ്തിരുന്നത്. അതായത് ഇപ്പോൾ കഥ, തിരക്കഥയും സംവിധാനം ഒരാളെന്ന് പറഞ്ഞ പോലെയൊന്നും പോയിരുന്നത്.
പിന്നെ ഒരു 22, 23, 24 കാലങ്ങളിലൊക്കെ കഴിഞ്ഞപ്പോഴൊക്കെയാണ് എന്ത് ചെയ്തത്, പതുക്കെ 23 ആയപ്പോഴേക്കും പതുക്കെ എലോബറേറ്റ് ചെയ്തിട്ട് സ്റ്റാഫുകളെ കൂടുതൽ ഹയറിങ് കൊണ്ടുവന്നു, ഒരു സിസ്റ്റമാറ്റിക്കായി കാര്യങ്ങളിലോട്ട് നമ്മൾ കൊണ്ടുപോയത്. അപ്പോൾ ആ ടൈമിലൊക്കെ ഉള്ള പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമുക്ക് ഡെലഗേഷൻസ് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ടായിരുന്നു. ഡെലഗേഷൻസ് എനിക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ മാർക്കറ്റിലുള്ള കോമ്പറ്റീഷൻ, അതായത് നമ്മൾ കയറി വരുമ്പോഴുള്ള ഒരു കോമ്പറ്റീഷൻ, പക്ഷെ അത് ഞാനൊരു ബുദ്ധിമുട്ടായി പറയണില്ല. കാരണം കേരളത്തിൽ ഇന്ന് അങ്ങനെ അല്ലാത്തൊരു മേഖല ഇല്ല, അതുകൊണ്ട് കോമ്പറ്റീഷൻ സാധാരണയാണ്. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എല്ലാ എൻ്റർപ്രണേഴ്സും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊക്കെ ഇപ്പോൾ നിങ്ങളെല്ലാവരും കാണുന്നവരായിരിക്കും, എല്ലാ എൻ്റർപ്രണേഴ്സിൻ്റെ അടുത്തും വെറുതെ ഇരിക്കാൻ പറയും. എന്നിട്ട് നമ്മളില്ലാണ്ട് നമ്മളെ ബിസിനസ് റണ്ണാവണം, നമ്മളില്ലാണ്ട് നമ്മൾ ബിസിനസ് റണ്ണാവണം എന്നുള്ളത് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇപ്പം ഞാനിപ്പോൾ 2 ദിവസം മുന്നേ എൻ്റെ കസിനെ എൻ്റെ ഷോപ്പിൽ പോയിട്ട്, ഡ്രസ്സ് കടയാണ്, അപ്പോൾ പുള്ളിയുടെ ഡ്രസ്സ് കടയിൽ പോയിട്ട് ഞാൻ എപ്പോഴും ഇവനെ ഉപദേശിക്കും. രാത്രി 10 മണി 11 മണി ആയി കഴിഞ്ഞാൽ അവിടെ പോയിരുന്ന് ഉപദേശിക്കും, നീ ഇങ്ങനെ കണക്ക് നോക്കരുത്, നീ ഇൻഡിവിജ്വലായിട്ട് സ്റ്റാഫിനെ വെച്ചിട്ട് വളരണം എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ പറയും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു സംഗതി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് 2 ടെൻഷനാണ് ഒരു എൻ്റർപ്രണറിന് ഉണ്ടാവുക. ബിസിനസ് സക്സസ് ആവണ വരെ എങ്ങനെ ഇത് സക്സസ് ആക്കി എടുക്കുക എന്നുള്ളൊരു ടെൻഷൻ. വൺസ് ഇത് സക്സസ് ആയി കഴിഞ്ഞാൽ എനിക്ക് പണിയൊന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് വെറുതെ ഇരിക്കണം, എനിക്ക് ഫ്രീ ടൈം കിട്ടുന്നില്ല, എനിക്ക് യൂറോപ്പ് ട്രിപ്പ് വേണം, എനിക്ക് കറങ്ങണം, ഞാനില്ലാണ്ട് എങ്ങനെ എൻ്റെ കമ്പനി റണ്ണാവണം എന്നുള്ളതിനെ കുറിച്ചിട്ടാവും ടെൻഷൻ. സോ നിങ്ങൾ ഇതിനെ കുറിച്ചിട്ടൊന്നും ടെൻഷൻ ആവണ്ട. നിങ്ങൾക്ക് എക്സ്പാൻഷൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ ഡെലഗേറ്റ് ചെയ്ത് പോവുക. എനിക്കത് താല്പര്യം ഉണ്ടായിരുന്നു, ഞാനങ്ങനെ ചെയ്തു. അതല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കൊച്ചു ലോകത്ത് നിങ്ങളുടെ ഒരു ചെറിയൊരു ബിസിനസ്സുമായിട്ട് നിങ്ങൾക്ക് സന്തോഷത്തിൽ ജീവിച്ചു പോകാനാണ് താല്പര്യമെങ്കിൽ ഈ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും കാണുന്നതൊന്നും കാണാൻ നിൽക്കരുത്. അവന്മാർക്കൊന്നും ഒരു എക്സ്പീരിയൻസും ഇല്ല. നിങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് ആയിട്ട് മുന്നോട്ട് പോവുക. അല്ല, ഇതിപ്പോൾ ഇത് ഫവാസ് പറഞ്ഞൊരു ഭയങ്കര സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പല വീഡിയോസിൽ ആൾക്കാർ പറഞ്ഞു നിങ്ങൾ തന്നെ വർക്ക് ചെയ്യണം, നിങ്ങൾ അസൈൻ ചെയ്യും, അങ്ങനെ ടീമിൻ്റെ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്ന പറയുന്നത്. പക്ഷെ ഇപ്പോഴും നമ്മൾ വലിയ വലിയ ബിസിനസ്സുകാർ നോക്കുകയാണെങ്കിൽ അവരിപ്പോഴും അവരുടെ, ഇപ്പോൾ യൂസഫലി ആയിക്കോട്ടെ, അവരെല്ലാവരും ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് പലരും ഇപ്പോൾ അത് ഭയങ്കര വൈറൽ കോണ്ടന്റ് ആയിട്ട് പോയി. അല്ല, അതിനകത്തൊരു കാര്യം ഉണ്ട് കേട്ടോ. ഈ യൂസഫലി അസൈൻഡ് വർക്ക് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊന്നും പണിയെടുക്കാണ്ടിരിക്കുന്നില്ല, ഇവരെ മേഖല വേറെ രീതിയിലോട്ടാവുന്നുള്ളതാണ്. ഇപ്പം ഞാൻ എൻ്റെ ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞുതരാം. പണ്ട് എൻ്റെ ഓഫീസിൽ വരുന്ന ലീഡ്സ് ഞാനാണ് ഫോം വിളിച്ചിരുന്നത്. ഇപ്പം ഞാനത് ഒഴിവാക്കിയിട്ട് എൻ്റെ സ്റ്റാഫിനെ ഏൽപ്പിക്കുന്നു. സ്റ്റാഫ് അത് കഴിഞ്ഞിട്ട് സെക്കൻഡറി കോൾസ് ഞാൻ ചെയ്യുന്നത്. ഇന്ന് സെക്കൻഡറി കോൾസ് ചെയ്യാനും എനിക്ക് അതിൻ്റെ മേലെ ഹെഡ് സ്റ്റാഫ് ഉണ്ട്, അതും അങ്ങനെ ഡെലഗേറ്റ് ചെയ്തു. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും തലവേദന പിടിച്ച കാര്യങ്ങളാണ്. ഓപ്പറേഷൻസിൽ വരുന്ന പ്രശ്നങ്ങളായിക്കോട്ടെ, പുതിയ എക്സ്പാൻഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, പുതിയ യൂണിവേഴ്സിറ്റികളോട്ടുള്ള കോൺട്രാക്റ്റിങ്ങിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ, മറ്റു മേഖലകളിലുള്ള നമ്മളുടെ ഹോസ്റ്റൽസിൻ്റെയും മറ്റ് ഡെവലപ്മെൻറ്റ്സിൻ്റെയും ഭാഗം വരുന്ന ഇഷ്യൂസ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ പുതിയ സ്ട്രക്ചറിങ് ആയിക്കോട്ടെ, അപ്പോൾ അതേപോലെ മാർക്കറ്റിങ്ങിൻ്റെ പുതിയ ഘടകങ്ങളായിക്കോട്ടെ. അപ്പോൾ നമ്മുടെ പണി ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യില്ല, കുറയില്ല. നമ്മൾ ചെയ്യുന്ന ജോലികളുടെ സ്വഭാവം മാറും. അത്രയാണ് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ യൂസഫലി എനിക്ക് തോന്നുന്നു രാവിലെ 5 മണി, ഞാൻ ഏതോ ഇൻ്റർവ്യൂവിൽ കണ്ടിട്ടുണ്ട്, പുലർച്ചെ രാവിലെ 5 മണിക്ക് ദുബായിലെത്തിയാലും 4 മണിക്ക് 5 മണിക്ക് ഓഫീസിൽ പോയിട്ട് വീട്ടിൽ പോകുള്ളൂ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കറിയില്ല. അപ്പോൾ എനിവേ പുള്ളിയൊന്നും വെറുതെ ഇരിക്കുകയല്ല, പുള്ളി വേറെ മേഖലകളിലുള്ള ജോലികൾ ചെയ്യാന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതെ അതെ അതെ. ഇപ്പോൾ നമ്മൾ എല്ലാവരും, ഇപ്പോൾ ലോകം തന്നെ നമ്മൾ മൊത്തത്തിൽ ക്രൈസിസ് ആയ ഒരു കാലഘട്ടമാണ് കോവിഡ്. പക്ഷെ അവിടെയാണ് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഹെൽപ്പ് അബ്രോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതും അതുപോലെ വിജയത്തിലേക്ക് നടന്ന് പോകുന്നതും. ആ ഒരു കാലഘട്ടം എങ്ങനെയായിരുന്നു? ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുന്നേ തന്നെ ഒരു പ്രോപ്പർ ഒരു കമ്പനി രജിസ്ട്രേഷൻ ഒന്നും ഇല്ലാണ്ട് അങ്ങനെ വെറുതെ ഫ്രീലാൻസ് ഒക്കെ ആയിട്ട് പോയിരുന്നു. പിന്നെ കോവിഡിൻ്റെ സമയത്ത് ഞാൻ നാട്ടിലേക്ക് വന്ന ടൈമിൽ ഒരു 48 ദിവസത്തെ ക്വാറന്റൈൻ ഉണ്ട്. അന്ന് ഡബിൾ ക്വാറന്റൈനാണ്. 48 ആണോ 44 എന്ന് എനിക്കറിയില്ല. 48 ദിവസത്തെ ക്വാറന്റൈനാണ്. ആ ക്വാറന്റൈൻ പീരീഡിൽ നിന്നാണ് ഞാൻ സീരിയസ് ആയിട്ട് ഇതിനെ കുറിച്ചിട്ട് ആലോചിക്കുന്നതും. അങ്ങനെ ഞാൻ ആ 48 ദിവസം എൻ്റെ ലോകം മാത്രം, എനിക്ക് ഫ്രണ്ട്സ് ഇല്ല, ആരുമില്ല. കാരണം നമ്മളൊറ്റക്കല്ലേ ഇരിക്കുന്നത്, നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാൻ ആരുമില്ല. അപ്പോൾ എത്ര കാലം നമ്മൾ സിനിമ കാണും, എത്ര കാലം. അപ്പോൾ ഞാൻ തോട്ട് പ്രോസസ്സിലിരുന്ന് ഇങ്ങനെ ആലോചിച്ച് ബിസിനസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നു. ആ ടൈമിൽ ഞാൻ ഡാറ്റാസ് പുറത്ത് കൊടുത്തിട്ട് എനിക്ക് സ്റ്റാഫ് പോലും ഇല്ല. ഞാൻ പല ഇൻ്റർവ്യൂവിലും പറയുന്നുണ്ട്, എൻ്റെ ഫസ്റ്റ് സഹായിച്ചത് തന്നെ വീട്ടമ്മമാരാണ്. എൻ്റെ വീടിൻ്റെ ചുറ്റുവട്ടത്തിലുള്ള ഈ 20 മുതൽ 30 വയസ്സിൻ്റെ ഇടയിൽ പ്രായമുള്ള ജോലിക്കൊന്നും പോവാത്ത സ്ത്രീകളുണ്ടാവും. അന്നൊക്കെ കുറച്ച് കൂടുതലായിരുന്നു. അവർക്ക് രാവിലെ ഞാനൊരാളെ കൊണ്ട് പോയിട്ട് എല്ലാ വീട്ടിലും പത്രം വിതരണം ചെയ്യുന്ന പോലെ ഒരു ഡാറ്റ കൊടുക്കും. വൈകുന്നേരം 6 മണിക്ക് അത് മൊത്തം തിരിച്ചു മേടിക്കും. എന്നിട്ട് അവർ വിളിച്ചിട്ട് പോസിറ്റീവ് എന്ന് പറയുന്നത്
ഞാൻ സംസാരിക്കും. ഓക്കെ ഓക്കെ. അങ്ങനെയാണ് പോയിട്ടുണ്ടായിരുന്നത്. കോവിഡ് അങ്ങനെയാണ് അതിജീവിച്ചത്. പക്ഷേ കോവിഡ് എനിക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ആയിരുന്നു. പിന്നെ എനിക്ക് വേറൊരു കാര്യം കൂടി കോവിഡിൻ്റെ ടൈമിൽ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പല എക്സാംസും റിസൾട്ട്സൊക്കെ നല്ല രീതിയിൽ നീട്ടി വെച്ചു. അപ്പോൾ ഒരു മാസം കൊണ്ട് ഒരു പാരൻറ്റ് ഡിസൈഡ് ചെയ്യുന്നത് ഒരു 4 മാസം കഴിഞ്ഞിട്ടായി ഡിസിഷൻ വരിക. അപ്പോൾ നമുക്ക് ആ 4 മാസം പുതിയ ക്ലയൻസിലോട്ട് ഇൻട്രൂഡ് ചെയ്യാനുള്ള ഒരു സമയം കിട്ടും. ഓക്കെ. ശരിക്കും നമ്മുടെ ഒരു സർവീസ് എന്തൊക്കെയാണ്? ഞങ്ങൾ നിലവിൽ ഹെൽപ്പ് അബ്രോഡ് എഡ്യൂക്കേഷൻ ആൻഡ് ടൂറിസിൻ്റെ ഭാഗമായിട്ട് വിദേശത്തോട്ട് MBBSൻ്റെ അഡ്മിഷൻസ്, അത് ജോർജിയ, ഉസ്ബെക്കിസ്ഥാൻ, കസാഖിസ്ഥാൻ, കിർഗിസ്ഥാൻ, ബൾഗേറിയ, റൊമേനിയ, ഈജിപ്ത് തുടങ്ങിയ എല്ലാ രാജ്യങ്ങളിലോട്ടും MBBSൻ്റെ അഡ്മിഷൻസും, പിന്നെ ടൂർസ്, അതായത് യൂറോപ്പിലുള്ള എല്ലാ ഷെങ്കൻ രാജ്യങ്ങളും, പിന്നെ ജോർജിയ, പിന്നെ ഉസ്ബെക്കിസ്ഥാൻ, കസാഖിസ്ഥാൻ, കിർഗിസ്ഥാൻ മുതലായ എല്ലാ സ്ഥലത്തോട്ടും, പിന്നെ കേരളത്തിൽ തമിഴ്നാട്, കർണാടക, മറ്റ് സംസ്ഥാനങ്ങളിലോട്ടുള്ള ഡൊമസ്റ്റിക് അഡ്മിഷൻസും, ഇതൊക്കെയാണ് ഞങ്ങളുടെ മെയിൻ ബിസിനസ്, എൻ്റെ ഈ ഒരു ബ്രാൻഡിലുള്ള ബിസിനസ്. ഓക്കെ ഓക്കെ. ഇതിലിപ്പോൾ MBBS ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെയും അതുപോലെ വിദേശത്തെയും ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഒരു സാലറി പാക്കേജ്, അതുപോലെ അവിടുത്തെ പഠനം, അതൊന്ന് വ്യക്തമാക്കാമോ? എനിക്ക് മനസ്സിലായിടത്തോളം വിദേശത്തെ MBBSഉം നാട്ടിലെ MBBSഉം തമ്മിൽ പ്രത്യേകിച്ച് ക്വാളിറ്റിയിലൊന്നും വ്യത്യാസം വരുന്നില്ല. അതായത് ഇപ്പോൾ നമ്മളെപ്പോഴും പറയും വിദേശത്തുള്ള മെഡിക്കൽ കോളേജുകൾക്ക് ക്വാളിറ്റി ഇല്ല, നാട്ടിലെ മെഡിക്കൽ കോളേജ് മാത്രമാണ് ക്വാളിറ്റി എന്നുള്ളത്. അതൊക്കെ തെറ്റിദ്ധാരണയാണ്. കാരണം നമ്മളുടെക്കാളും ഇപ്പോൾ ഒരു ചെറിയൊരു എക്സാമ്പിൾ, ഒരു വിദ്യാഭ്യാസം പോലും ഇല്ലാത്തൊരു പാരൻറ്റിന് ചിന്തിക്കാവുന്നേ ഉള്ളൂ, അതല്ലെങ്കിൽ എന്നെ പോലുള്ള ആൾക്കാർക്കൊക്കെ ചിന്തിക്കാവുന്നേ ഉള്ളൂ. അതായത് വിദേശത്ത് നമ്മളെക്കാളും ഡെവലപ്ഡ് ആണ്. ഫോർ എക്സാമ്പിൾ ചൈനനെ കമ്പയർ ചെയ്യാം. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്കൊക്കെ ഇഷ്ടമാകുമല്ലോ. ചൈന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡെവലപ്ഡ് ആണ് നമ്മളെക്കാളും, അല്ലേ? നമ്മളെക്കാളും നല്ല റോഡ്, നമ്മളെക്കാളും നല്ല ബിൽഡിങ്, നമ്മളെക്കാളും നല്ല സന്തോഷത്തിൽ ജനങ്ങൾ ജീവിക്കുന്നു, നമ്മളെക്കാളും നല്ല എക്കോണമി. ഇനിയിപ്പോൾ യുദ്ധത്തിൻ്റെയും മറ്റു കാര്യങ്ങളൊക്കെ നമ്മളെക്കാളും കൂടുതൽ സെക്കൻഡ് റാങ്കോ തേർഡ് റാങ്കോ ഒക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്ന രാജ്യത്ത് മെഡിക്കൽ കോളേജ് മാത്രം മോശമാകുമോ? ഒരിക്കലും ഇല്ലല്ലോ. എല്ലാ മേഖലകളിലും ഡെവലപ്മെൻ്റ് ആയിട്ടുള്ള ഒരു രാജ്യത്ത് MBBS മാത്രം മോശമാകുമോ? ഒരു കാരണവശാലും ഇല്ല. പക്ഷെ എൻ്റെ അടുത്ത് പല പേരൻസും പറയും ചൈനയിൽ MBBS പോരാ, അതൊക്കെ ഇന്ത്യത്തെ MBBS. അപ്പോൾ ആ ഗവൺമെൻറ് തീരുമാനിക്കുകയാണ് ഞങ്ങൾ എല്ലാ മേഖലകളിലും ഡെവലപ്മെൻറ്റ് ചെയ്തു, MBBS മാത്രം ഇന്ത്യനേക്കാളും താഴെ ഡെവലപ്മെൻറ്റ് വെക്കുമെന്ന് വിചാരിക്കുമോ? ഒരു കാരണവശാലും ഇല്ലല്ലോ. അപ്പോൾ ഇന്ത്യനേക്കാളും ഡെവലപ്ഡ് ആണ് പല രാജ്യത്ത് MBBS മെഡിക്കൽ കോളേജുകളും കാണാൻ പറ്റും. പിന്നെ ഞാൻ ഇന്ത്യയിൽ ന്യൂസ് പേപ്പറിൽ ഒരു ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മളുടെ ഒരു കേരളത്തിലുള്ള മെഡിക്കൽ കോളേജിനകത്ത് ക്ലിനിക്കൽ സൗകര്യങ്ങളില്ല എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ എന്തോ ഒരു സമരമോ പ്രതിഷേധം എന്തോ കാണിക്കുന്നത് ഞാൻ ന്യൂസ് പേപ്പറിൽ കണ്ടു. അന്നേ ദിവസം വിദേശത്തെ ഒരു യൂണിവേഴ്സിറ്റിയിൽ അമേരിക്കയിൽ കണ്ടുപിടിച്ചിട്ടുള്ള പുതിയ ടെക്നോളജിയിൽ അവരവരുടെ ഒരു ലാബിൻ്റെ ഇനോഗ്രേഷൻ കഴിയുക. അവിടെ നമ്മളെ ഇന്ത്യൻ മലയാളി കുട്ടികൾ പഠിക്കുന്ന കോളേജാണത്. അപ്പോൾ നമ്മൾ 1990കളിലും 98കളിലൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ള ലാബ്, ആ ഒരു ഡെവലപ്മെൻറ്റുള്ള ലാബ് ഇന്ന് ആ ഒരു ഫെസിലിറ്റീസിലേക്ക് വരണം എന്ന് പറഞ്ഞ് സമരം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രതിഷേധിക്കുമ്പോൾ ഇവിടെ 2010 15 20 ശേഷം കണ്ടുപിടിച്ചിട്ടുള്ള സാധനം 1 2 3 വർഷത്തിനുള്ളിൽ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യാണ്. എന്നിട്ടും നമ്മൾ പറയുന്നു വിദേശ MBBSന് പ്രശ്നമാണ് എന്നുള്ളത്. സോ ഇതാണ് ഇതിൻ്റെ പ്രശ്നം. പിന്നെ ഇനി വേറൊരു കാര്യം കൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ, വിദേശത്തു നിന്ന് നാട്ടിലേക്ക് വരുന്ന ഒരു കുട്ടികൾക്ക് FMG എന്ന് പറഞ്ഞൊരു എക്സാമിനേഷൻ ഉണ്ട്. അത് എഴുതാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണ് എന്ന് എഴുതിയിട്ട് ഒരു പാരൻ്റ് എന്ത് ചെയ്യും? ഇപ്പോൾ നിങ്ങളുടെ മകന് വിദേശത്തേക്ക് പറഞ്ഞേക്കുമ്പോൾ നിങ്ങളുടെ പ്രശ്നം തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യണം? ഒരു ലൈസൻസിങ് എക്സാം എഴുതണം. ഈ ലൈസൻസിങ് എക്സാം എഴുതാൻ നിങ്ങളുടെ മകന് പറ്റില്ല എന്ന് പേടിച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ഇവനെ 2 കൊല്ലം നാട്ടിൽ റിപ്പീറ്റ് ചെയ്യിപ്പിച്ചിട്ട് എങ്ങനെയെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ സീറ്റ് വാങ്ങിക്കുന്നത്. അതല്ലെങ്കിൽ കയ്യിലുള്ള പൈസ കളഞ്ഞിട്ട് 1 കോടി 1.5 കോടി രൂപ കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നത്? ഒരു NRI സീറ്റ് വാങ്ങുന്നത്. പക്ഷേ രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും പഠിച്ചിറങ്ങുന്ന കുട്ടികളും ഓട് പൊളിച്ചിട്ടല്ല പഠിച്ചിറങ്ങുന്നത്. അവിടെയുള്ള കുട്ടികളും വിദേശത്തു നിന്നുള്ള ഒരു FMG എക്സാമിനേഷനിൽ പാസ്സാവുന്ന എക്സാമിനേക്കാളും കാഠിന്യമേറിയതോ അതല്ലെങ്കിൽ അത്ര തന്നെ കാഠിന്യമേറിയിട്ടോ ഉള്ള കഷ്ടപ്പെട്ടുള്ള എക്സാമുകൾ എഴുതിയിട്ട് ബുദ്ധിമുട്ടിയിട്ടാണ് ഈ കൊച്ചുങ്ങളും പഠിച്ചു വരുന്നത്. വിദേശത്താണെങ്കിലും നാട്ടിലാണെങ്കിലും പഠിക്കണം. അപ്പോൾ ഈ FMG എക്സാമിനേഷൻ എഴുതാൻ പറ്റാത്ത ഒരാൾക്ക്, അതല്ലെങ്കിൽ പാസ്സാവില്ല എന്ന് ഉറപ്പുള്ള ഒരാളാണെങ്കിൽ വേറെ ഏതെങ്കിലും കോഴ്സിന് പോകണമായിരിക്കും നന്നാവുക. അതല്ലാണ്ട് അവൻ നാട്ടിൽ പഠിച്ചു കഴിഞ്ഞാൽ നാട്ടിലെ മെഡിക്കൽ കോളേജിലും പാസ്സാവണ്ടേ? അതെ അതെ. ഇവിടുത്തെ ഒരു സാലറി കമ്പാരിസൺ എങ്ങനെ ശരിക്കും വരുന്നത്? സാലറി കമ്പാരിസൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിദേശത്താണെങ്കിലും നാട്ടിലാണെങ്കിലും വിദേശത്ത് എന്തായാലും സാലറി കൂടുതലാണ്. നാട്ടിൽ സാലറി നമ്മളുടെ UG കഴിഞ്ഞ ആൾക്കാർക്ക്, അതായത് വെറും ഗ്രാജുവേഷൻ MBBS കഴിഞ്ഞ ആൾക്കാർക്കാണെങ്കിൽ മാത്രം ഇപ്പോൾ കണക്കുകളിലൊക്കെ 300 രൂപയൊക്കെ മണിക്കൂറിന് ഒരു ഡോക്ടർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ 10 മണിക്കൂറിന് 3000 രൂപ, ഒരു മാസത്തിൽ 90,000 രൂപ ഒക്കെ കിട്ടുന്നുണ്ട് കണക്ക് പ്രകാരം നോക്കുമ്പോൾ. പക്ഷേ എൻ്റെ കൂടെ
കൂടെ പഠിച്ചിറങ്ങി വർക്ക് ചെയ്യുന്ന ഡോക്ടർമാരൊക്കെ പറയാറുള്ള അവർക്ക് 70,000 രൂപ സാലറി കിട്ടുന്നവരുണ്ട്, 80,000 കിട്ടുന്നവരുണ്ട്, 65,000 രൂപ മുതൽ സ്റ്റാർട്ടിങ് കിട്ടുന്ന ആൾക്കാരുണ്ട് പഠിച്ചിറങ്ങിയതിൻ്റെ പിറ്റേ ദിവസം മുതൽ. അതായത് അവരുടെ ലൈസൻസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് രജിസ്ട്രേഷന് ഹോസ്പിറ്റലിൽ ജോലി ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത മുതൽ 70,000 മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് എന്നുള്ള എല്ലാവരും പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അത്യാവശ്യം അത് വേറൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ എഞ്ചിനീയറിംഗും മറ്റേത് മേഖലകളിലും എടുത്തു തുടങ്ങിയാണെങ്കിലും ഒരു ഡിഗ്രി പഠിച്ചിറങ്ങിക്കഴിഞ്ഞിട്ട് PG ഇല്ലാണ്ട് കിട്ടുന്ന ഏറ്റവും ഹയസ്റ്റ് സാലറിയാണ് അതൊരു മന്ത്ലി. ഓക്കെ. ഇപ്പോൾ ഹെൽപ്പ് അബ്രോഡിലേക്ക് ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു രക്ഷിതാവ് നിങ്ങളിലേക്ക് വരുന്നു ഒരു അഡ്മിഷൻ വേണ്ടി, അതിൻ്റെ ഒരു പ്രൊസീജിയർ എങ്ങനെ പോകുന്നു? വളരെ ഈസിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം വഴി നമ്പർ എടുത്തിട്ടോ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുകയോ അതല്ലെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർക്ക് മെസ്സേജ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 24 hours ഉള്ളിൽ അവർ അസൈൻഡ് ആവും ഞങ്ങളുടെ CRM സോഫ്റ്റ്വെയറിൽ. അങ്ങനെ ഞങ്ങൾക്ക് ഏതാണ്ട് ഒരു 15 കൗൺസിലേഴ്സും 13-14 ടെലികോളേഴ്സും ടീമുണ്ട്. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ഉടനെ തന്നെ കോളെത്തും. എന്നിട്ട് അതിലൂടെ അവർക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അവർക്ക് ഏത് രാജ്യമാണോ വേണ്ടത്, ഇപ്പോൾ ഞങ്ങൾ ഇന്ന രാജ്യം എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും പുഷ് ചെയ്യാറില്ല. അവർക്ക് ഏത് രാജ്യമാണോ താല്പര്യം വെച്ചാൽ അത് അവരുടെ ബഡ്ജറ്റിന് ഉതകുന്ന രീതിയിൽ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് അവർക്ക് ഒരു സെക്കൻഡ് കോൾ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹയർ ഒഫീഷ്യലായിട്ടുള്ള എൻ്റെ സ്റ്റാഫ്സിനായിട്ട് സംസാരിക്കുക. അതും കഴിഞ്ഞിട്ട് അവർക്ക് നേരിട്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഡെയിലി വൈകുന്നേരം അതല്ലെങ്കിൽ ഒരു 1.5 വൈകുന്നേരം ഒരു 7 മണി മുതൽ 8 മണി വരെ ഞാൻ എന്ത് ചെയ്യാറുണ്ട്, വെബിനാർ എടുക്കാറുണ്ട്. എന്നോട് ഡയറക്റ്റ്ലി സംസാരിക്കാനും പറ്റും. ഇതുകൂടാതെ അവർക്ക് നേരിട്ട് മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ സ്റ്റാഫ് അവരെ മീറ്റ് ചെയ്യാൻ, എൻ്റെ മാനേജറിനായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, മീറ്റ് ചെയ്യാനും പറ്റും. അത് കഴിഞ്ഞ് അഡ്മിഷൻ പ്രൊസീജിയേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാ കുട്ടികളെയും കൂടെ വിദേശത്തോട്ട് എത്തിക്കുകയും അവിടെ പിന്നെ അവർക്ക് ഫുഡ്, അക്കോമഡേഷൻ ഫെസിലിറ്റേറ്റും വിസ, ഡോക്യുമെൻറ്റേഷൻ, പേപ്പർ വർക്ക്സ് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് അവിടെ ഉണ്ടാകും. സോ 6 years അവർക്ക് എന്താവശ്യത്തിനും ഞങ്ങൾ കൂടെ ഉണ്ടാകും. ഇപ്പോൾ ഫവാസിനെ സംബന്ധിച്ചാണെങ്കിൽ വിദേശത്ത് പഠിക്കാൻ പോയി, അത് കഴിഞ്ഞ് കോവിഡ് സമയത്ത് നമ്മൾ സ്വന്തമായിട്ട് സംരംഭം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അന്നൊക്കെ ഇപ്പോൾ ഏതൊരു ചെറുപ്പക്കാരനെ പോലെ തന്നെ അന്ന് നമുക്ക് ഒത്തിരി സ്വപ്നങ്ങൾ ഉണ്ടാകാം. അപ്പോൾ ആ സ്വപ്നങ്ങളിലേക്ക് നമ്മൾ എത്രമാത്രം എത്തിപ്പെട്ടിട്ടുണ്ട്, അതിലേക്ക് എന്തൊക്കെ നമ്മൾ നേടിയെടുത്തിട്ടുണ്ട് ഒന്നൊന്ന് വ്യക്തമാക്കാമോ? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ വലിയ യാത്ര ചെയ്യണം എന്നുള്ളതായിരുന്നു പ്രധാനമായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത്. പക്ഷേ പണ്ട് എനിക്ക് യാത്ര ചെയ്യാൻ പൈസ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് യാത്ര ചെയ്യാൻ സമയം കിട്ടുന്നില്ല. അത് മാത്രമേ ഉള്ളൂ. വേറെ ഈ ഗാഡ്ജറ്റ്സോ മറ്റു കാര്യങ്ങളോടൊന്നും വലിയൊരു ക്രൈസൊന്നുള്ള ആളൊന്നുമില്ല. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ എനിക്ക് ആഗ്രഹിക്കുന്നതിലൊക്കെ പലതും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ എൻ്റെ ക്രൈസ് ബിസിനസ്സിനോടാണ്. അപ്പോൾ ഞാൻ സക്സസ് അല്ല, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ആഗ്രഹങ്ങൾ എന്താണെന്ന് ചോദിച്ചില്ല. എൻ്റെ ആഗ്രഹം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഒട്ടുക്ക് എൻ്റെ കമ്പനി വളരണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഇനിയിപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ആഗ്രഹം നിൽക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, ലോകം മൊത്തം അറിയപ്പെടണം എന്നാണ് ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ആഗ്രഹം എനിക്കൊരിക്കലും ഒരു പുതിയ ഐഫോണോ മേടിക്കുന്നതുകൊണ്ടോ അതല്ലെങ്കിൽ ഒരു മാക്ക് വാങ്ങുന്നതുകൊണ്ടോ ഇതൊന്നുകൊണ്ടൊന്നും തീരൂല, അല്ലെങ്കിൽ ഒരു നല്ലൊരു കാറ് വാങ്ങുന്നതുകൊണ്ടൊന്നും തീരൂല. നേരത്തെ നമ്മളിപ്പോൾ സർവീസിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ ഒത്തിരി സമാന മേഖലകളിൽ ഒത്തിരി സ്ഥാപനങ്ങളുണ്ട് നിലവിലിപ്പോൾ. അതിൽ നിന്ന് നമ്മളെ വ്യത്യസ്തമാക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? നമ്മളെ പ്രധാനമായിട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിദേശത്തു നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള ഡോക്ടേഴ്സ് തന്നെയാണ് നമ്മൾ സ്റ്റുഡൻസിന് എന്ത് ചെയ്യുന്നത്, ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുന്നത്. അതിൻ്റെ ബെനിഫിറ്റ് വളരെ നല്ലതാണ്. ഇപ്പം നിങ്ങൾ ഒരു കാറ് വാങ്ങാൻ പോകുമ്പോൾ ആ കാറ് 10 വർഷം യൂസ് ചെയ്ത ഒരാളുടെ അടുത്തുനിന്ന് അയാൾ പുതിയൊരു കാറ് മേക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഗുണം വേറെ തന്നെയാണ്. അതല്ലാണ്ട് വേറൊരാൾ കാറ് മേടിച്ചു കൊടുക്കുന്നതിനേക്കാളും വളരെ വ്യത്യസ്തമാണ് അത്. അപ്പോൾ ആ രീതിയിൽ വിദേശത്ത് തന്നെ MBBS കഴിഞ്ഞ ഡോക്ടേഴ്സാണ് ഞങ്ങളെ കമ്പനിയിൽ പറയുന്നത്. പിന്നെ ഞങ്ങൾക്ക് വിദേശത്ത് തന്നെ പഠിക്കുന്ന കുട്ടികളുടെ റെഫറൻസ് നമ്പർ ഞങ്ങൾ കൊടുക്കാറുണ്ട്. അതിലൂടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സംസാരിച്ചിട്ട് അഡ്മിഷൻസ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ അവൈലബിൾ ആയിരിക്കും അവർക്ക്. ഇപ്പം എൻ്റെ ഏത് സ്റ്റുഡൻസ് ആണെങ്കിലും എപ്പോഴും കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 95% എല്ലാ സ്റ്റുഡൻസിനായിട്ട് ഇപ്പോഴും എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ടച്ച് ഉണ്ട്. അവർ ഫോൺ വിളിച്ച് കഴിഞ്ഞാൽ റെസ്പോണ്ട് ചെയ്യാറുണ്ട്, കോൺടാക്ട് ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ അങ്ങനെ പോകും. സോ അതൊക്കെ ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ ഹോസ്പിറ്റാലിറ്റി വളരെ നല്ലതാണ്. സ്റ്റുഡൻസ് വന്നിറങ്ങിക്കഴിഞ്ഞാലുള്ള ട്രീറ്റ്മെൻറ്റ്, അതായത് എയർപോർട്ട് പിക്കപ്പ്, മറ്റു കാര്യങ്ങൾ എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇപ്പോൾ ഒത്തിരി പേരായിട്ട് ഇപ്പോഴും ടച്ച് ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇത് നമ്മളെ സംബന്ധിച്ചാണെങ്കിൽ നമ്മളിലൂടെ തന്നെ ഒത്തിരി പേരുടെ ലൈഫ് സെറ്റിലായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഓർത്തിരിക്കുന്ന ഒത്തിരി മൊമെൻറ്റ്സ് ഉണ്ട്. അതിലേതെങ്കിലും ചെറിയ മൊമെൻറ്റ്സ് നമുക്കൊന്ന് ഷെയർ ചെയ്യാമോ? എൻ്റെ അടുത്ത് ഈ പെൺകുട്ടികളൊക്കെ പേരൻസ് വിദേശത്തോട്ട് പറഞ്ഞേക്കുമ്പോൾ അവരൊക്കെ ഭയങ്കര വികാരതീതരായിട്ട് കാണാറുണ്ട്. ഇപ്പോൾ ഞാൻ ചിലപ്പോൾ ഞാൻ ചെറുപ്പത്തിലൊക്കെ എൻ്റെ കസിൻസിൻ്റെ ഒക്കെ കല്യാണം കാണുമ്പോൾ ഞാൻ ഓഡിറ്റോറിയത്തിൽ ഈ പെൺകുട്ടീനെ ഇറക്കി വിടുമ്പോൾ ഫാദർ കാണുന്ന ഒരു കരച്ചിലുണ്ട്. ആ സെയിം സാധനമൊക്കെയാണ് കുട്ടികളെ വിദേശത്തോട്ട് പറഞ്ഞേക്കുമ്പോൾ കാണുന്നത്. അപ്പോൾ നല്ല വിഷമത്തിലൊക്കെ കാണുന്ന പേരൻസ് ഉണ്ട്. അപ്പോൾ ഞാനത് പറയാൻ വന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില പേരൻസൊക്കെ ഫസ്റ്റ് അഡ്മിഷൻ എടുക്കാൻ വരുമ്പോഴൊക്കെ ബാർഗെയിനിങ് ഒക്കെ ചെയ്ത്
നല്ല രീതിയിലൊക്കെ ചെയ്തിട്ട് ആണ് നമ്മൾ അഡ്മിഷനൊക്കെ എടുക്കുക. ഫൈനൽ മൊമെൻ്റ് ആകുമ്പോഴേക്കിനും ഇവരൊക്കെ എന്തോ ആകെ നെർവസ് ആവും, ചില പെൺകുട്ടികളുടെയൊക്കെ പേരൻസ്. എന്നിട്ട് അവർ വന്നിട്ട് അവർക്ക് ഇപ്പോൾ പേയ്മെൻ്റ് ഒന്നുമല്ല ഇഷ്യൂ, അവർ അപ്പോൾ ഞങ്ങൾ അത് ചോദിക്കുക പോലുമില്ല. പിന്നെ നമ്മൾ വേണം ചില ടൈമിൽ അങ്ങോട്ട് വിളിച്ച് പറയാം, നിങ്ങൾ ഇങ്ങനെ ഒരു ഡിസ്കൗണ്ട് ചോദിച്ചിട്ടുണ്ടാകുന്ന. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എന്തും തരാം, എങ്ങനെയും തരാം, ഞങ്ങളുടെ കുട്ടികളെ സേഫായിട്ട് നോക്കണം എന്നൊക്കെ പറയുന്ന കുറേ വികാരതീതമായിട്ടുള്ള നിമിഷങ്ങൾ ഉണ്ടാകാറുണ്ട്. പിന്നെ എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാകാറെന്നുള്ളത്, എൻ്റെ ഒരു സ്റ്റുഡൻ്റ് തന്നെ വിദേശത്തെത്തിയിട്ട് ഒരു മാസം 2 മാസമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഈ കൊച്ച് നാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ പേരൻസും വിളിച്ചിട്ട് അവളെ നാട്ടിലേക്ക് പറഞ്ഞയച്ചു. അപ്പോൾ ഞാൻ പേരൻസിൻ്റെ അടുത്ത് കുറേ പറഞ്ഞു, ഇത് വേണ്ട, അവൾ ഇവിടെ നിന്നോട്ടെ. അപ്പോൾ പറഞ്ഞു, ഇല്ല വേണ്ട, അവർ കുട്ടിക്ക് നാട്ടിലേക്ക് വരണം, അവൾക്ക് പ്രശ്നമാണ്, അവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല, ഞങ്ങൾക്ക് തന്നെ കൺട്രോളബിൾ അല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നാൽ ശരി എന്നായിക്കോട്ടെ, നാട്ടിലേക്ക് പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാനൊരിക്കലും ഇതിന് തയ്യാറായില്ല. ഞാൻ ആ സ്റ്റുഡൻറ്റിനെ നേരിട്ട് ഒന്ന് കണ്ടു, അവളെ കൊണ്ടൊരു കോഫി ഷോപ്പിൽ പോയി കാര്യങ്ങൾ സംസാരിച്ച് നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല, കുട്ടികളുടെ മൈൻഡിലുള്ള ഓരോ പ്രശ്നങ്ങളാണ്. അത് സോർട്ട് ഔട്ട് ചെയ്തു. എന്നിട്ട് ഫ്രണ്ട്സിനായിട്ടൊക്കെ സെറ്റാക്കിയിട്ട് റൂമൊക്കെ ഒന്ന് മാറ്റി ഓക്കെ ആക്കി നോക്കുമ്പോൾ ആ കുട്ടി ഇന്ന് അവിടെ 3rd ഇയർ 4th ഇയർ ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, MBBS പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല. പക്ഷെ ഞാൻ ആ കാര്യം പറഞ്ഞുതരാം. ആ കൊച്ചിൻ്റെ കേസിൽ ഞാൻ അന്ന് അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ, അന്ന് നാട്ടിലേക്ക് വന്നിരുന്നെങ്കിൽ ഇന്ന് ആ കുട്ടി എവിടെയെങ്കിലും ആരുടെയെങ്കിലും ഒരു ഹൗസ് വൈഫായിട്ട് ജീവിക്കുന്നുണ്ടാവും. ചിലപ്പോൾ MBBS എന്നുള്ള ആഗ്രഹം കളഞ്ഞിട്ട് വേറെ ഏതെങ്കിലും കോഴ്സ് എടുത്തിട്ട് പഠിക്കേണ്ടി വന്നിരുന്നു. സോ അതിനുശേഷം ഇപ്പോഴൊക്കെ ആ കുട്ടീൻ്റെ അടുത്ത് ഓരോ തവണ വിളിച്ചിട്ടും ഫോളോ അപ്സ് ഒക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. ഇപ്പം ഇതിൽ തന്നെ നമ്മൾ എടുത്തു പറയേണ്ടത്, ഇപ്പോൾ നമ്മൾ കേരളത്തിൽ എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ യുവതലമുറ മൊത്തം പുറത്തേക്ക് പോകുന്നു, വിദേശത്തേക്ക് പോകുന്നു. പക്ഷെ അവിടെ തന്നെ ഇപ്പോൾ നമ്മുടെ പുതിയ മുഖ്യമന്ത്രി VD സതീശൻ അദ്ദേഹം പറയേണ്ടതാണ്, നമ്മൾ പുറത്തുനിന്ന് ആൾക്കാർ ഇവിടെ വന്ന് പഠിക്കുന്ന ഒരു കാലഘട്ടം, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കുന്നു. അതിൽ എത്രമാത്രം ഒരു സത്യമുണ്ട്, അത് യാഥാർത്ഥ്യമാകുമോ? യുവതലമുറ പോകും, അതിനിപ്പോൾ ഒന്നും ചെയ്യാനൊന്നുമില്ല. യുവതലമുറ പോകും. അതിന് ചെയ്യാനുള്ളത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ VD സതീശനെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. മൂപ്പര് അതിന് തീരുമാനമാക്കുകയാണെങ്കിൽ വെരി മച്ച് അപ്രിഷിയേറ്റ്. പക്ഷേ പ്രശ്നം അതല്ല, ഇവർ പോകും. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാ നാട്ടിലുള്ളതാണ്. ഇപ്പോൾ ഞാൻ മുന്നേ ഉണ്ടായിരുന്ന യുക്രൈനകത്ത്, ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് അവിടുത്തെ ഒരു 20 വയസ്സിന് മേലുള്ള അല്ലെങ്കിൽ ഒരു 25 വയസ്സിന് മേലുള്ള യുവാക്കളൊക്കെ യൂറോപ്പിലാണ്. അവന്മാർ ജർമ്മനിയിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെയാണ്. ഇനി ഞാൻ ജോർജിയയിലുണ്ടാകുന്ന സമയത്ത് അവിടെയുള്ള യുവാക്കൾ മൊത്തം അമേരിക്കയിലോട്ടും മറ്റ് രാജ്യങ്ങളിലോട്ടും മൈഗ്രേഷൻ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ്. റഷ്യയിൽ ഞാൻ ഒരു തവണ യാത്ര ചെയ്ത് നോക്കുമ്പോൾ റഷ്യത്തെ പല ആൾക്കാരും അവിടെ കുറ്റം പറഞ്ഞിട്ട് അവിടുത്തെ ആൺകുട്ടികൾ വേറെ രാജ്യങ്ങളിലോട്ട് പോകുക. അപ്പോൾ മൈഗ്രേഷൻ ലോകത്ത് എപ്പോഴും നടക്കും. അത് ഇതിൻ്റെ ഒരു സ്വാഭാവിക സ്വഭാവം. രണ്ടാമത് കേരളത്തിനുണ്ട് എന്ന് തോന്നുന്ന ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ എൻ്റർടൈൻമെൻറ്റ്സിനൊരു ഓപ്ഷൻ ഇല്ല. എൻ്റർടൈൻമെൻറ്റ്സ് എന്ന് പറയുന്നത് ഞാൻ മോശമായിട്ടുള്ള ഒരു കാര്യമല്ല പറയുന്നത്, പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളിലോട്ട് ഈ തലമുറേനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇന്നിപ്പോൾ വൈകുന്നേരം ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കൂടെ ഒന്ന് പുറത്തേക്ക് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 2 ഓപ്ഷനുള്ളൂ. ഒന്നില്ലെങ്കിൽ ഒന്ന് സിനിമക്ക് പോവുക, അതല്ലെങ്കിൽ എന്തെങ്കിലും എന്ത് ചെയ്യുക, ഒരു ബാറിൽ പോയി 2 അടിക്കുക എന്നുള്ളതാണ്. അതിൽ ബാറിൽ പോകില്ല ഞാൻ. അപ്പോൾ ബാറിൽ പോവാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എന്താ എൻ്റർടൈൻമെൻറ്റ്, സിനിമക്ക് പോവുക. ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇപ്പോൾ നമ്മൾ ഒരു നോർമലായി നമ്മളെ നാട്ടിൽ നടക്കുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് വന്നിട്ടുണ്ട്, ഫുഡ് കഴിക്കുക എന്നുള്ളത്. ഇപ്പോൾ എന്താ പരിപാടി, ഇപ്പോൾ നമ്മൾ പണ്ടൊക്കെ ഒരു ഫ്രണ്ട്സിനെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എങ്ങോട്ടേലൊക്കെ ഒരു പോക്കോ ഇല്ലെങ്കിലൊക്കെ ഉണ്ടാവും. ഈ ഒരു മദ്യപാനം സിനിമക്കോ ഇല്ലെങ്കിൽ അടുത്ത വീട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഫുഡ് കഴിക്കാൻ പോവുക. ഇപ്പോൾ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് എന്തായി, ഫുഡ് കഴിക്കാൻ പോയാലേ 500 രൂപ 400 രൂപക്ക് ഒരു ഫുഡ് കഴിക്കുമ്പോൾ ഒരു 1.5-2 മണിക്കൂർ ഫ്രണ്ട്സിനോട് വർത്താനം പറഞ്ഞിരിക്കൽ എൻ്റർടൈൻമെൻ്റ് ആണ്. എൻ്റെ കഴിഞ്ഞ വരവിൽ ഞാൻ മൊത്തം രാത്രി ഒരു 10 മണിക്ക് ബിസിനസ് വർക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോൾ എന്താ പരിപാടി പ്രത്യേകിച്ച് ഒന്നുമില്ല, എന്നാൽ ഫുഡ് കഴിക്കാൻ പോവാം. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഒരു ദിവസം കുഴിമതി. അപ്പോൾ ഇങ്ങനെ പോയി. അപ്പോൾ കുട്ടികൾക്ക് കൂടെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒന്നുകൂടി സ്പോർട്സിലൊക്കെ ഡെവലപ്മെൻറ്റ്സ് നടത്തുക, പിന്നെ കുറേ പാർക്സും കാര്യങ്ങളൊക്കെ തുടങ്ങുക. നമ്മളിപ്പോൾ ഒരു പാർക്ക് നിർമ്മിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ അപ്പം പറയും ഇതുകൊണ്ട് പാവപ്പെട്ട ആൾക്കാർക്ക് എത്ര വീട് വെച്ച് കൊടുത്തുകൂടാ. പക്ഷെ ആ പാർക്ക് വരുമ്പോൾ അതിൻ്റെ പിന്നിൽ ബിസിനസ് വരും. ആ ബിസിനസ് കൊണ്ട് കുറേ പേർക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീട് വെക്കാനോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളോ നടക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ മതി. ഇപ്പോൾ ഞാൻ യൂറോപ്പിലൊക്കെ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, നമ്മൾ ഇവിടെ ഇപ്പോൾ എന്തെങ്കിലും പ്രതിമ ഉണ്ടാക്കുമ്പോഴോ അതല്ലെങ്കിൽ എന്തെങ്കിലും പാർക്ക് സമുച്ചയം നടത്തുമ്പോഴോ നമ്മൾ സമരം ചെയ്യും, അല്ലെങ്കിൽ പ്രശ്നമാക്കും. നമ്മൾ ചിന്തിച്ച് നോക്കിയേ, ഫ്രാൻസിൽ ഈഫൽ ടവർ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രാൻസിക്ക് പോകുന്ന പോപ്പുലേഷൻ്റെ എത്ര % കുറയും?
അഫ്കോഴ്സ് നല്ല രീതിയിൽ കുറയും. ഇപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ നിങ്ങൾക്കൊരു വിസ കിട്ടുകയാണ് ഷെങ്കൻ രാജ്യത്തോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ് തുടങ്ങിയ ഒരുപാട് രാജ്യങ്ങളുണ്ട്. ഇപ്പോൾ നമുക്കറിയുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്. നമ്മളെ പോളണ്ട് ഉണ്ട്, ഹംഗറി ഉണ്ട്, സ്ലോവാക്യ ഉണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങൾ ഏത് രാജ്യത്താവും പോവുക? അഫ്കോഴ്സ് നിങ്ങളൊരു ഫാമിലിയുടെ കൂടെ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ആദ്യം പോകുന്ന സ്ഥലം ഈഫൽ ടവർ ആയിരിക്കും അല്ലേ? അവിടെ അങ്ങനെ ഒരു സാധനം കെട്ടി വെച്ചുകൊണ്ട്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ ഒരുപാട് അർത്ഥമുണ്ട്. ഞാൻ പല രാജ്യങ്ങളും ട്രാവൽ ചെയ്യുമ്പോൾ ചില പാർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഗൂഗിൾ മാപ്പിലെ റിവ്യൂ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് അവിടെ പോയി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഒരു പാർക്കോ അല്ലെങ്കിൽ ഒരു സ്തൂപം എന്തെങ്കിലും ഉണ്ടാവും. ആ സ്തൂപം കാണാൻ വേണ്ടിയിട്ട് അത്ര അധികം ജനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, അവിടെ വന്നിട്ടുണ്ടാവും. അവിടെ വന്നിട്ട് തിരിച്ചു പോകുന്നവരെ അപ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പി അറ്റ്മോസ്ഫിയറിൽ ഭയങ്കര എനർജൈസ്ഡ് ആയിട്ട് നമ്മൾ തിരിച്ചു പോകും. തിരിച്ചു പോയിട്ട് പിറ്റേന്ന് രാവിലെ ആയിട്ട് നമ്മളിങ്ങനെ ആലോചിക്കും, നല്ല തന്നെ ഡേ അടിപൊളിയായിരുന്നു, അടിപൊളി ടൂറിസ്റ്റ് അല്ലായിരുന്നു ഒക്കെ കഴിഞ്ഞിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ അവിടെ എന്താ ഉണ്ടായിരുന്നത്? ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ ബിസിനസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളെ നാട്ടുകാരെ അറിയാൻ എന്ത് ചെയ്യും, സമയം എടുക്കും. അല്ല, ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി ഈ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി ബിസിനസ് നടക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഞാൻ ചോദിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലേക്ക് പുറത്തുനിന്ന് ആൾക്കാർ അല്ലെങ്കിൽ കുട്ടികൾ പഠിക്കാൻ വരുന്ന ഒരു സാഹചര്യം, അതിനെക്കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് സമീപ ഒരു 10 വർഷത്തിനകത്ത് എനിക്ക് അങ്ങനെ ഒരു സാധ്യത എനിക്ക് തോന്നുന്നില്ല. ഇനി അങ്ങനെ വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് കുറെ ആഫ്രിക്കൻ സ്ഥലങ്ങളിൽ നിന്ന്, അതായത് ആഫ്രിക്കൻ കോണ്ടിനെന്റിൽ നിന്ന് എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ഇവിടത്തോട്ട് ആൾക്കാർ വരാൻ വേണ്ടി ചാൻസ് ഉണ്ട്. പിന്നെ കുറേ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാരെ നമുക്ക് എത്തിക്കാൻ പറ്റും. ഇപ്പം ഞാനീ പറഞ്ഞ പോലെ കസാഖിസ്ഥാൻ, കിർഗിസ്ഥാൻ, പിന്നെ അതല്ലെങ്കിൽ തുർക്ക്മെനിസ്ഥാൻ, തജിക്കിസ്ഥാൻ തുടങ്ങിയ ഒരുപാട് രാജ്യങ്ങളിൽ നിന്നൊക്കെ MBBS ആവില്ല, അതർ കോഴ്സസുകൾക്ക്, IT കോഴ്സസുകൾക്കൊക്കെ ഇവിടെ ആളെത്തിക്കാൻ പറ്റും. പിന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റും, ആൾക്കാരെ ഇങ്ങോട്ട് എത്തിക്കാൻ പറ്റും. അതല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളും പഠിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരാൻ പറ്റുമായിരിക്കും. അതല്ലാണ്ട് യൂറോപ്പിൽ നിന്നും ലാറ്റിൻ അമേരിക്ക, സൗത്ത് അമേരിക്ക, അതല്ലെങ്കിൽ ഇവിടെ നിന്നൊന്നും ആൾക്കാരെത്തുന്നു എനിക്ക് എന്ത് ചെയ്യുന്നില്ല, തോന്നുന്നില്ല. നോർത്ത് അമേരിക്കയിൽ നിന്നൊന്നും ആൾക്കാരെത്തുന്നു തോന്നുന്നില്ല. ഈ വക സ്ഥലങ്ങളിൽ നിന്ന് എത്തും. അത് നല്ലതുമാണ്. കാരണം അതിലൂടെ നമുക്ക് ഡെവലപ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് മതി. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊക്കെ ജീവിക്കാൻ പറ്റാവുന്നതിൻ്റെ മേലൊരു ഡെവലപ്മെൻറ്റ് എന്തുണ്ട് ഇന്ന് നമ്മളെ നാട്ടിലുണ്ട്. അവരുടെ ലിവിങ് സ്റ്റാൻഡേർഡിനേക്കാളും ഡെവലപ്ഡ് ആണ് എന്ത് നമ്മളെ നാട്. ഓക്കെ, അവർക്ക് കിട്ടാവുന്ന അവിടുത്തെ നാടിൻ്റെ എക്സ്പോസറിനേക്കാളും നല്ല എക്സ്പോസറാണ് നമ്മളെ നാട്. അപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റുഡൻസിനെ ഇങ്ങോട്ട് എടുത്തിട്ട് പഠിപ്പിച്ചിട്ട് വിടാൻ പറ്റും. ഓക്കെ. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പോൾ ഫവാസിൻ്റെ ജീവിതത്തിലാണെങ്കിൽ ഇപ്പോൾ ഹെൽപ്പ് അബ്രോഡിൻ്റെ ഒരു സക്സസ്ഫുൾ ജേണിയിലാണെങ്കിലും നമ്മുടെ മേജർ ടേണിംഗ് പോയിന്റ്സ് അതെന്തൊക്കെയാണ്? എൻ്റെ മേജർ ടേണിംഗ് പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡ് തന്നെയാണ്. കോവിഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ഈ പൊസിഷനിൽ ഇരിക്കുന്നുണ്ടാവില്ല. കോവിഡാണ് എന്നെ കുറേ കാലം വെറുതെ ഇരിക്കാൻ സഹായിച്ചത്. ആ വെറുതെ ഇരുന്നുകൊണ്ട് കുറേ ആലോചന കൊണ്ടുവന്നു. ആലോചനയിലോട്ട് എനിക്ക് ആക്ഷനുള്ള സമയം തന്നു. അതൊക്കെ കോവിഡ് തന്നെയാണ്. ഓക്കെ. ഇപ്പോൾ ഇത് കാണുന്ന ഇന്നത്തെ യുവതലമുറ ഒത്തിരി പേര് ഇപ്പോൾ ലക്ഷറി ലൈഫാണ് സ്വപ്നം കാണുന്നത്. അവരോട് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ സ്വപ്നം കാണണം, എന്നിട്ട് ലക്ഷറി ലൈഫാണെങ്കിൽ അത് ചെയ്യണം. പിന്നെ നിങ്ങൾ എൻജോയ്മെൻറ്റിനും എൻ്റർടൈൻമെൻറ്റിനും വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, പൈസ ചിലവാക്കണം. ഞാൻ പറഞ്ഞത് തെറ്റായ രീതിയിലല്ലാണ്ട് നിങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റ് എന്താണോ തോന്നുന്നത് അതിനൊക്കെ ചിലവാക്കണം. കാരണം നമ്മളിതുവരെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി പൈസ ചിലവാക്കുന്നത് ദൂർത്താണെന്നും അടുത്ത തലമുറക്ക് വേണ്ടിയിട്ട് പൈസ മാറ്റി വെക്കണം എന്നൊക്കെ ഉള്ള ഒരു കൾച്ചറിലൂടെയാണ് നമ്മൾ പോകുന്നത്. അങ്ങനെയൊന്നുമല്ല. നിങ്ങൾക്ക് എന്താണോ എൻ്റർടൈൻമെൻറ്റ്സിന് വേണ്ടത് അതിന് പൈസ ചിലവാക്കുക. ലക്ഷറി എന്താണോ തോന്നുന്നത് അതിനുവേണ്ടി ചിലവാക്കുക. കാരണം നമ്മളൊക്കെ ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു 40-ൻ്റെ 50-ൻ്റെ ഇടയിലൊക്കെ മരണപ്പെടാൻ പോകുന്ന ആൾക്കാരൊക്കെയാണ് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാലത്ത് നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യുക. പുറത്ത് പോകണമെങ്കിൽ പോവുക, നാട്ടിൽ നിൽക്കണമെങ്കിൽ നിൽക്കുക, ഇഷ്ടത്തിനനുസരിച്ചിട്ട് ജീവിക്കുക. പക്ഷെ എല്ലാം ലീഗലാകാൻ വേണ്ടി നോക്കുക. അത്ര. ഓക്കെ. നമ്മളൊരു ചെറിയ ഷോർട്ടായിട്ടുള്ള ക്വസ്റ്റ്യനും ആൻസറുമാണ്. ഇപ്പോൾ ഫവാസിൻ്റെ ജീവിതത്തിൽ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തുള്ള വ്യക്തി ആരാണ്? എൻ്റെ ജീവിതത്തിൽ ഡെയിലി അതല്ലെങ്കിൽ ഓരോ മാസം ഓരോരുത്തരും മോട്ടിവേറ്റ് ചെയ്യും. അതായത് എല്ലാവരും മോട്ടിവേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്. ഓരോരുത്തരെയും ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ ഞാൻ പഠിച്ചിട്ടുണ്ട്. അത് ഒരുപാട് ആൾക്കാരെ അടുത്തുനിന്ന്. അതുകൊണ്ട് ഒരു സ്പെസിഫിക് ആയിട്ട് ഒരാളോട് മോട്ടിവേറ്റ് ചെയ്യപ്പെട്ടു എന്ന് ഒരാൾക്കും അങ്ങനെ ഉണ്ടാവില്ല. ഞാൻ അങ്ങനെ പറയുന്നതൊക്കെ തെറ്റായിരിക്കും. എനിക്ക് എല്ലാവരും മോട്ടിവേഷൻ കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഹോബികൾ? പ്രധാനമായിട്ടുള്ള ഹോബീസ് എന്ന് പറഞ്ഞത് പൊളിറ്റിക്സ് വാച്ച് ചെയ്യുക, ന്യൂസ് കാണുക എന്നുള്ള. ഞാൻ ന്യൂസ് പ്രധാനമായിട്ടും പൊളിറ്റിക്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് നല്ല ഫോളോ ചെയ്യും. ന്യൂസ് ഭയങ്കര ഫോളോ ചെയ്യും. എൻ്റെ ന്യൂസ് ഫീഡ് എങ്ങനെ പോലെ യൂട്യൂബിൽ ഒരു ഡെയിലി ഉള്ള 70-80% ന്യൂസ് ആയിരിക്കും. ഓക്കെ. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒത്തിരി സക്സസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ തോൽവികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? തോൽവികൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് പൈസ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആലോചിക്കും ഇതൊക്കെ എൻ്റെ ബുദ്ധി കൊണ്ട് കിട്ടിയതാണ് എനിക്കിതൊക്കെ.
അപ്പം എൻ്റെ ബുദ്ധി കുറവുകൊണ്ടും കുറേ പൈസ പോകുന്നു അങ്ങോട്ട് ആലോചിക്കും. അപ്പോൾ ഒരു സമാധാനം കിട്ടും. അങ്ങനെ തന്നെ ചിന്തിക്കേണ്ടുള്ളൂ. ഇതൊക്കെ നമ്മളെ ബുദ്ധി കൊണ്ട് കിട്ടുന്നതല്ലേ. ഇപ്പോൾ നമ്മളുടെ ഈ ഒരു പ്രായത്തിൽ, ഇനിയിപ്പോൾ നിങ്ങളുടെ ഈ ഒരു പ്രായത്തിൽ ഇത്രയൊന്നും സക്സസ് അല്ലാത്ത എത്ര പേരുണ്ട്. അപ്പോൾ അവരെക്കാളും കൂടുതൽ ബുദ്ധി ഉള്ളതുകൊണ്ടല്ലേ നിങ്ങൾ ഈ പൊസിഷനിലെത്തിയത്. അപ്പോൾ നിങ്ങളുടെ ബുദ്ധി ഒന്ന് കുറഞ്ഞുകൊണ്ട് ആ പൈസ പോയി എന്ന് വിചാരിച്ചാൽ മതി. ബിസിനസ്സുകാരൻ പ്രധാനമായിട്ടും ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ബിസിനസ്സുകാരൻ പ്രധാനമായിട്ട് നോക്കേണ്ടത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേരള ആയിക്കോട്ടെ, ഇന്ത്യ ആയിക്കോട്ടെ, ലോകം ആയിക്കോട്ടെ, ഭയങ്കര കോമ്പറ്റീറ്റീവ് മാർക്കറ്റാണ്. അപ്പോൾ ഞാനടക്കമുള്ള ചെറിയ ചെറിയ ബിസിനസ്സുകാരും, നിങ്ങൾ ആലോചിക്കുന്ന യൂസഫ് അലി, ബിൽ ഗേറ്റ്സ്, ഇവരെ പോലെയുള്ള വലിയ വലിയ ആൾക്കാരും, അല്ലെങ്കിൽ ഇനിയിപ്പോൾ എലോൺ മസ്ക് അടക്കമുള്ള ആൾക്കാരും, അവരും 24 hours കഠിന പ്രയത്നം ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറുള്ളവരാണ്. മാക്സിമം ഉറങ്ങുന്ന സമയം ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പണിയെടുക്കുന്ന സമയം നന്നായി പണിയെടുക്കുന്നുണ്ട്. ഇതെങ്ങനെ എഫക്റ്റീവ് ആക്കാൻ പറ്റുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. അതായത് ഞാൻ 18 മണിക്കൂർ വർക്ക് ചെയ്യേണ്ടി, 18 മണിക്കൂറിൽ എനിക്ക് ഇനിയും എഫക്റ്റീവ്നെസ് കൂടണം, ഞാൻ ചെയ്യുന്ന സിസ്റ്റം ശരിയല്ല, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അല്ല, എനിക്കിത് കുറച്ചുകൂടി വ്യവസ്ഥാപിതമായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഇവർ. ഈ ഒരു മേഖലയിലോട്ട് മടിയുണ്ടെങ്കിൽ നിങ്ങൾ വരരുത്, സ്റ്റാർട്ട് ചെയ്യരുത്. ഉഴപ്പുണ്ടെങ്കിൽ വരരുത്, സ്റ്റാർട്ട് ചെയ്യരുത്. മദ്യപാനം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നിങ്ങൾക്ക് ഇതിനോട് ശ്രദ്ധിക്കാൻ പറ്റില്ലെങ്കിൽ ഇതിനകത്തോട്ട് വരരുത്. കാരണം എക്സിസ്റ്റിംഗ് ഉള്ളവർ അവർ ഹാർഡ് വർക്ക് പ്ലസ് ഈ അവരുടെ സിസ്റ്റം ബിൽഡ് ചെയ്യാണ്. നിങ്ങളെപ്പോലുള്ള ഒരാൾ വന്നിട്ട് നിങ്ങൾക്ക് സമയമില്ലാത്തന്നുണ്ടെങ്കിൽ നിങ്ങളെ അപേക്ഷിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടായി പോകും. അപ്പോൾ ദുശീലം എന്നുള്ളൊരു ബിസിനസ്സിലേക്ക് വരാണ്ടിരിക്കുക. അത്രയധികം കോമ്പറ്റീഷനാണ് എല്ലാ മേഖലകളിലും നടക്കുന്നത്. ജീവിതം മനോഹരമാക്കുവാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? ജീവിതം മനോഹരമാക്കാൻ സ്വപ്നങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നാലെ പോവുക, അത്രേ ഉള്ളൂ. ഓക്കെ. ഫവാസിൻ്റെ ഒരു ബാഡ് ഹാബിറ്റ് എന്താണ്? ബാഡ് ഹാബിറ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് കൂടുതൽ ടെൻഷനാവും. വലിയ വലിയ കാര്യങ്ങളെ കുറിച്ചിട്ട് ടെൻഷൻ ആവുകയില്ല. അത് ശരിക്കും ടെൻഷൻ ആവേണ്ട വിഷയങ്ങളായിരിക്കും. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു സ്റ്റഡിയിൽ നമ്മൾ മലയാളികളോ അല്ലെങ്കിൽ ഇന്ത്യക്കാരും മൊത്തം അങ്ങനെയാണ് എന്നുള്ളൊരു സ്റ്റഡി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മാത്രം അത് ബാഡ് ഹാബിറ്റ് അല്ല. വേറെ ഒന്നുമില്ല. 2030 എത്തുമ്പോൾ ഫവാസും അതുപോലെ ഹെൽപ്പ് അബ്രോഡും അതെവിടെ എത്തിയിരിക്കും? എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ മൊത്തം ബിസിനസ് ഡെവലപ്പ് ചെയ്യണം, പ്ലസ് എഡ്യൂക്കേഷനിലും ടൂറിസ്റ്റിലും ഡെവലപ്പ് ചെയ്യണം. പിന്നെ ആകെ ഒരു വിഷമം ഹിന്ദി അറിയില്ല എന്നുള്ളതാണ്. ഹിന്ദി കൂടി അറിയായിരുന്നെങ്കിൽ ഇപ്പോഴുള്ള ബിസിനസ്സിൻ്റെ ഒരു 100 ഇരട്ടിയാക്കാൻ പറ്റുമെന്ന് തോന്നിയിട്ടുണ്ട്. ഇത് ഞാൻ മാത്രമല്ല, നമ്മളെ പല ബിസിനസ്സുകാരും പറയലുള്ളതാണ്. സോ ഹിന്ദി കുട്ടികൾക്ക് ചെറുപ്പം മുതലേ പഠിപ്പിക്കണം. ഹിന്ദി தெரியாது പോടാന്നൊക്കെ നമുക്ക് തമിഴ്നാട്ടിൽ മാസമായിട്ട് പറയാം. പക്ഷേ ഒരു ബിസിനസ്സിലോട്ട് പോകുമ്പോൾ ഇന്ത്യയിൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഹിന്ദി വേണം. അപ്പോൾ ഹിന്ദി ചെറുപ്പം മുതൽ തന്നെ ഞാൻ പഠിച്ചിരുന്നെങ്കിൽ എൻ്റെ ബിസിനസ് ഇന്ന് 10 ഇരട്ടിയോ അല്ലെങ്കിൽ 100 ഇരട്ടിയോ കുറച്ചുകൂടി ഡെവലപ്ഡ് ആയിരുന്നു. ഓക്കെ. അപ്പോൾ ഈ ഒരു തിരക്കുകൾ മാറ്റി വെച്ചിട്ട് നമ്മുടെ ടേണിംഗ് പോയിന്റിൽ ഗസ്റ്റായി എത്തിയതിൽ എല്ലാവിധ ആശംസകളും. ഇത് ഈ പറയുന്ന പോലെ 2030 ഫവാസ് സ്വപ്നം കാണുന്നതിനും അല്ലെങ്കിൽ ലക്ഷ്യമിടുന്നതിനേക്കാളും അപ്പുറത്ത് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ശരി.